കഴിഞ്ഞാൽ കുറച്ച് യൂട്യൂബിൽ അല്ലെങ്കിൽ ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിനെ കീറി മുഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഫക്ട്സ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ വാങ്ങിയെടുത്ത് ഞം അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരാണ് അടുപ്പിലൂതുന്നവൻ്റെ ആസനത്തിലൂതുക. അപ്പം ഈ അടുപ്പിലൂതുന്നവൻ്റെ ആസനത്തിലൂതുന്നവനെ ഊതുന്ന ഇവനെന്ത് വിളിക്കണം? സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം ചെയ്യുന്നതൊന്നും ക്രിയേറ്റീവായിട്ടല്ല എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ചേട്ടൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കാണിച്ചു തരുമായിരുന്നു ഞങ്ങളാ. ഹൈലി ക്രിയേറ്റീവ്. ഇതുപോലത്തുള്ള ക്രിയേറ്റിവിറ്റിക്കാണ് നമ്മൾ കയ്യടികൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഊത്തുകാരൻ ചേട്ടന് പറയാനുള്ള ഒരു ഇതുണ്ട്. കാരണം നമ്മളാരും ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല. പുള്ളി ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് പറമ്പിൽ പോയി ഇവിടുന്ന് ആളാന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട്. What is this? ഇതെന്തോ സാധനം? ഇതെന്ത് ഭാഷ? ബാക്കി ഞാൻ ചെയ്യാം. ബാക്കി ഇതിൻ്റെ ഡിബേറ്റ് നമ്മൾ സാധനം എടുക്കുക. ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും പ്രതിമയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടെഡിയോ ആണെങ്കിലും മതി. അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. നമ്മളുടെ പ്രശ്നം എന്നാ? ഹായ് ഗൈസ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോ ആണല്ലോ ടിക്ടോക്ക് റോസ്റ്റിംഗ്. നമ്മ റോസ്റ്റിംഗ് അല്ല, ഗ്രില്ലിംഗ് ആണ്. എന്താ പറയാ, റോസ്റ്റിംഗ് ചെയ്ത് കേട്ട് മടുത്ത് ഈ പല പാൽക്കുപ്പികൾ ഇപ്പൊ കയറ്റി പിടിച്ചിരിക്കുന്നത് റോസ്റ്റിംഗിലാണല്ലോ. ഞാൻ ഗ്രില്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹായ് ഗൈസ്. ഒരാൾക്ക് എങ്ങനെ ഇത്രയും ഓവറാക്കി ചളവാക്കാൻ പറ്റുന്ന? പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ്. എവിടെ ഇടിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഞാൻ തന്നെ കുറച്ച് സ്ഥലത്തുകൊണ്ട് ഇടിപ്പിച്ചെങ്കിലും ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ്. ബിഗ് ബോസ് ഞാൻ എങ്ങനെ സഹിക്കുന്നത്? ഈ ബിഗ് ബോസ് സീസൺ തീരുന്നത് കൂടി നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ജാസ്മിൻ. ആക്ച്വലി ജാസ്മിനെ അല്ല, ജാസ്മിന്റെ വിവരക്കേട്. കൂടാതെ ഡിപ്രഷൻ, സൂയിസൈഡ് തന്റേതായ ശൈലിയിൽ സംസാരിക്കാറുണ്ട്. അതെ, യൂട്യൂബിൽ ഡിപ്രഷനെ കുറിച്ച് വാചാലയാവും. പക്ഷെ ബിഗ് ബോസ് ഗബ്രി പോയപ്പോൾ ഡിപ്രഷൻ വാരി എറിയുവായിരുന്നു.